ചില ജീവിത യാഥാർത്ഥ്യങ്ങളൊന്നും നമ്മളോട് ആരും പറഞ്ഞു തരില്ല അല്ലേ. നമ്മൾ ചെറുതായിരിക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ നടന്ന് പഠിക്കുന്ന കാലത്തൊന്നും നമുക്ക് ജീവിതത്തെക്കുറിച്ച് യാതൊരു ഐഡിയ ഇല്ല. നമ്മൾ പുറമേ കാണുന്നു, പഠിക്കുന്നു, ജോലി മേടിക്കുന്നു, കല്യാണം കഴിക്കുന്നു, ജീവിക്കുന്നു, സിനിമയിൽ കാണുന്ന കുറേ ജീവിതങ്ങൾ, അങ്ങനെയൊക്കെയാണ് നമുക്ക് ജീവിതത്തെക്കുറിച്ചൊരു അറിവുള്ളൂ. അതല്ലാതെ നമുക്ക് അറിയേണ്ട കാര്യങ്ങളൊന്നും നമുക്ക് ആരും പറഞ്ഞു തരുന്നില്ല. ജീവിതത്തിൻ്റെ ചില ഘട്ടങ്ങളിൽ ദുഷ്കരമായിരിക്കുമെന്നും ജീവിതമാകുന്ന നമ്മളും ജീവിതവും തമ്മിലുള്ള യുദ്ധത്തിൽ നമ്മൾ ഒറ്റയ്ക്ക് പോരാടേണ്ടി വരുമെന്നൊന്നും നമ്മളോട് ആരും പറഞ്ഞു തരുന്നില്ല. നമ്മൾക്ക് ആ അനുഭവത്തിലേക്ക്, നമ്മൾ ആ ജീവിതമാകുന്ന യാഥാർത്ഥ്യത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴാണ് അറിയുന്നത് ഇതൊക്കെയാണ് ജീവിതം, ഇവിടെ നമ്മൾ ഒറ്റയ്ക്ക് തന്നെ നമ്മുടെ ജീവിതത്തെ നേരിടണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആ അനുഭവത്തിൽ നിന്ന് പഠിക്കുന്നുള്ളൂ. അതിൻ്റെ മുന്നേ നമ്മളോട് ആരും ഇങ്ങനെയൊന്നും പറയുന്നില്ല, ഇങ്ങനെയൊക്കെ ആയിരിക്കും ജീവിതം കേട്ടോ, അതുകൊണ്ട് മുൻകരുതലൊന്നും നമ്മൾ എടുക്കുന്നില്ല. നമുക്കറിയുന്നില്ല ജീവിതത്തിൽ എന്തൊക്കെയാണ്, നാളെ എന്ത് സംഭവിക്കുന്നതിനെ കുറിച്ച് നമുക്കറിയില്ല. മറ്റുള്ളവരുടെ അനുഭവത്തിൽ നിന്ന് നമുക്ക് അത് നമ്മൾ ആ ചെറിയ പ്രായത്തിൽ നമ്മൾ തൊട്ട് അക്സെപ്റ്റ് ചെയ്യൂല. അതും വേണമല്ലോ പറയാൻ. കാരണം നമുക്കങ്ങനെയൊന്നും ആയിരിക്കില്ല എന്നാണ് നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. നമ്മളതാണ് പറയുക, മറ്റുള്ളവരുടെ ജീവിതത്തിൽ വരുന്ന കാര്യങ്ങളൊന്നും നമുക്ക് വരില്ല എന്നുള്ള ആ ഒരു ഇതിലാണ് നമ്മൾ നടക്കുന്നുണ്ടാവുക. പിന്നെ നമ്മൾ കുറച്ച് വളരും തോറുമാണ് നമ്മൾ ഉത്തരവാദിത്വമുള്ളവരാവേണ്ടത് എന്നൊന്നും അതും നമുക്കാരും പറഞ്ഞു തരണമെന്നല്ല. നമ്മൾ ജീവിതത്തിൽ വളരും തോറും ഉത്തരവാദിത്വ ബോധം ഉള്ളവരായി നമ്മൾ സ്വയം മാറേണ്ടതാണ് അല്ലേ. അങ്ങനെയൊക്കെ മാറിയാൽ നമ്മളുടെ ജീവിതം നന്നാവും. അതല്ല, ഉത്തരവാദിത്തങ്ങളൊന്നും ഏറ്റെടുത്തില്ലെങ്കിൽ ജീവിതം എന്നും കഷ്ടപ്പാടായിരിക്കും. അതുപോലെ നമുക്ക് ചെറുപ്പത്തിലൊക്കെ ഇഷ്ടംപോലെ സുഹൃത്തുക്കളൊക്കെ ഉണ്ടാവും. സുഹൃത്തുക്കൾക്ക് ഒരു ക്ഷാമവും ഇല്ലാത്ത കാലമാണ് നമ്മളുടെ ചെറുപ്പകാലം, ബാല്യകാലം, കൗമാരകാലം. പക്ഷേ നമ്മൾ മുതിർന്നു കഴിഞ്ഞ് യഥാർത്ഥ ജീവിത പ്രാരാബ്ദങ്ങളൊക്കെ ആയി പോരാടുമ്പോൾ നമുക്ക് എവിടെ സുഹൃത്തുക്കൾ? എത്രയോ കുറഞ്ഞ സുഹൃത്തുക്കളല്ലേ ഉണ്ടാവുള്ളൂ. അതൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ? ശരിക്കും അങ്ങനെയാണ്. നമ്മൾ ഇപ്പോൾ ചെറുപ്പം കുട്ടികളുടെ കൂടെ നോക്കിയൊക്കെ എത്ര ആൾക്കാരാണ് അവരുടെ കൂടെ കൂട്ടുകാരുണ്ടാവുക. പക്ഷെ നമ്മളുടെ ജീവിതത്തിൽ നോക്കി നോക്കുക, നമുക്കിപ്പോൾ എത്ര കൂട്ടുകാരുണ്ടെന്നൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും അങ്ങനെ നല്ലൊരു കൂട്ടുകാരുണ്ടാവില്ല. ശരിക്കും നമ്മൾ നല്ല ഉറ്റ സുഹൃത്തുക്കളാണെന്ന് കരുതുന്നവർ ചിലപ്പോൾ നമ്മൾ ഉറ്റ ശത്രുക്കൾ വരെ ആയി മാറുന്ന കാലമാണ് മുതിരുമ്പോൾ. ചെറുപ്രായത്തിൽ വളരെ ഉറ്റ സുഹൃത്തുക്കളൊക്കെ ആയിരിക്കും. പക്ഷേ നമ്മൾ ജീവിത യാഥാർത്ഥ്യം, ജീവിത പ്രാരാബ്ദങ്ങളൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ നടക്കുമ്പോൾ നമ്മളുടെ ഏറ്റവും അടുത്ത സുഹൃത്തൊക്കെ ചിലപ്പോൾ നമ്മുടെ ഏറ്റവും വലിയ ശത്രുവൊക്കെ ആയിട്ട് മാറും. അതുപോലെ നമുക്കൊരു സ്ഥിര ജോലിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെന്താ ചെയ്യുക? ജോലിയായി, ശമ്പളമായി. അപ്പോൾ നമ്മൾ ജോലി ചെയ്യുന്നു, ശമ്പളം മേടിക്കുന്നു, കുടുംബം നോക്കുന്നു, വേറെ ചിലപ്പോൾ കുറച്ച് സമ്പാദിക്കുന്നു. അതിലപ്പുറം ജീവിതത്തെ അതായത് ആസ്വദിക്കാനുള്ളൊരു സമയം ജീവിതത്തിൽ കണ്ടെത്തുന്നില്ല. കാരണം ജോലി ചെയ്യുന്നു, ശമ്പളം മേടിക്കുന്നു, ജീവിക്കുന്നു. എന്നിട്ട് അവർ വിചാരിക്കുന്നത് റിട്ടയർഡൊക്കെ ആയിട്ട് വേണം ജീവിതം ഒന്ന് എവിടെയെങ്കിലുമൊക്കെ കറങ്ങി ജീവിതം ഒന്ന് ആസ്വദിക്കാൻ. അങ്ങനെ വിചാരിക്കുന്ന ചില ആളുകളുണ്ട്. നമുക്ക് റിട്ടയർഡ് ആവുന്നവരെയൊക്കെ നമുക്ക് എന്ത് ഗ്യാരണ്ടിയുള്ളത്? നമ്മൾ പുറത്തുനിന്നൊരു സാധനം വാങ്ങുകയാണ്, എന്തെങ്കിലും മേടിക്കുമ്പോൾ നമുക്ക് അതിന് 5 വർഷ ഗ്യാരണ്ടി, 10 വർഷ ഗ്യാരണ്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ഗ്യാരണ്ടി കാർഡൊക്കെ തരുന്നുണ്ട് അല്ലേ. നമ്മുടെ ലൈഫിന് നമുക്ക് ആരെങ്കിലും ഗ്യാരണ്ടി കാർഡോ വാറണ്ടി കാർഡോ തന്നിട്ടുണ്ടോ? നമ്മൾ ഇത്ര വർഷം ജീവിക്കും എന്നുള്ളൊരു ആർക്കെങ്കിലും അങ്ങനെ ഒരു ഉറപ്പുള്ള ലൈഫുണ്ടോ? ഒരാൾക്കും ഇല്ല. എന്നിട്ടും ആളുകൾ ഇന്ന് സന്തോഷിക്കേണ്ട ആ സമയത്തിന് നീട്ടി വെക്കുകയാണ്. ഒക്കെ അത് സന്തോഷമായിക്കോട്ടെ, പ്രവർത്തികളായിക്കോട്ടെ, ചെയ്യേണ്ട ഏത് കാര്യങ്ങളായിക്കോട്ടെ ഒക്കെ നീട്ടി വെക്കുകയാണ്. ഇനി ഇഷ്ടംപോലെ സമയം കിടക്കുന്നുണ്ട് എന്നുള്ള അങ്ങനെ ഒരു ധാരണയിൽ, അതൊരു തെറ്റായ ധാരണയാണ്. അത് ഇന്ന് തന്നെ എടുത്തു കളയേണ്ടതാണ്. നമുക്ക് യാതൊരു ഗ്യാരണ്ടി ഇല്ല നമ്മുടെ ലൈഫിൽ. മനുഷ്യന് മാത്രം ആണ് ഗ്യാരണ്ടി കാർഡ് ഇല്ലാത്തുള്ളൂ. ബാക്കി നമ്മൾ പുറത്തുനിന്ന് എന്ത് സാധനങ്ങൾ മേടിച്ചാലും ആ കമ്പനി ഉള്ളിടത്തോളം കാലം ആ കമ്പനിയുടെ ഗ്യാരണ്ടി ഉണ്ടാവും. പക്ഷെ നമ്മുടെ കമ്പനി യാതൊരു ഗ്യാരണ്ടിയും തന്നിട്ടില്ല. നോ ഗ്യാരണ്ടിയാണ്. നമ്മൾ ശരിക്കും ചൈനീസ് ഉൽപ്പന്നം പോലെ ഒരു സാധനമായിട്ടാണ് നമ്മൾ ഈ ഭൂമിയിലേക്ക് വരുന്നത്. ഒരു ഗ്യാരണ്ടി ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഉള്ള ജോലിയൊക്കെ ഉള്ളപ്പോൾ, ശമ്പളമൊക്കെ ഉള്ളപ്പോൾ ജീവിതം സന്തോഷിക്കാനും ആസ്വദിക്കാനുള്ള സമയം കൂടെ കണ്ടെത്തുക. ഒക്കെ റിട്ടയർമെൻറ്റിനൊന്നും കാത്തിരിക്കേണ്ട. റിട്ടയർമെൻറ്റ് കാലത്തൊക്കെ നമ്മൾ ജീവനോടുണ്ടോ എന്നുള്ളതൊന്നും അറിയില്ല. അതുപോലെ നമുക്ക് ജീവിതത്തിൽ അത്യാവശ്യമായ കാര്യങ്ങളാണ് ആത്മവിശ്വാസം,
കനിവ്, പ്രചോദനം, കാര്യങ്ങൾ നേരിടാനുള്ള ധൈര്യം, ഇതൊക്കെ നമുക്ക് ആരും നമ്മളെ പഠിപ്പിച്ചു തരുന്നില്ല അല്ലേ? ആത്മവിശ്വാസത്തോടെ നേടണം എന്നോ ജീവിക്കണം എന്നൊക്കെ ഇപ്പോൾ നമുക്ക് ഇതുപോലെ മോട്ടിവേഷൻ ക്ലാസ്സുകളിലൂടെ ഒക്കെ കേൾക്കുന്നു, പഠിക്കുന്നു എന്നല്ലാതെ മുന്നൊന്നും അങ്ങനെ ആരും നമുക്കങ്ങനെ പറഞ്ഞു തരാറില്ല. മുതിർന്നവരുടെ ജീവിതത്തെക്കുറിച്ച് ശരിക്കും ആരും നമുക്ക് ചെറുതാവുമ്പോൾ ആ ചെറുപ്പത്തിലൊന്നും ആരും പറഞ്ഞു തരാറുമില്ല, പറഞ്ഞാലൊട്ട് എടുക്കാറുമില്ല. അപ്പോൾ ഇതൊക്കെ നമുക്ക് ജീവിത വിജയത്തിന് ആവശ്യമുള്ള കാര്യങ്ങളാണ്. ആത്മവിശ്വാസത്തോടെയും ധൈര്യത്തോടെയൊക്കെ നമ്മൾ ജീവിതത്തിൽ നേരിടുമ്പോഴല്ലേ ജീവിതത്തെ നമുക്ക് നേരെ ഒരു വഴിയിൽ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. നമ്മളുടെ മനോഭാവം, നമ്മുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും വരുന്നുണ്ട് അല്ലേ? പ്രശ്നമില്ലാത്തൊരു ദിവസം പോലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ ആ പ്രശ്നത്തെ നമ്മൾ എങ്ങനെ കാണുന്നു, നമ്മളുടെ മനോഭാവമാണ് അത്. നമ്മൾ സന്തോഷമായിരിക്കണോ ദുഃഖമായിരിക്കണോ, അതിനെ എങ്ങനെ നമ്മൾ നേരിടണം എന്നുള്ളതൊക്കെ നമ്മളുടെ മനോഭാവമാണ്. എല്ലാ കാലത്തും ഞാൻ ദുഃഖിക്കാൻ തന്നെയാണ് എല്ലാ സമയത്തും നമുക്ക് എല്ലാ അതായത് എപ്പോഴും നമുക്ക് ദുഃഖിക്കാനുള്ള കാര്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. എല്ലാവരുടെ ജീവിതത്തിലുണ്ട്. നമ്മൾ വിചാരിക്കും അവർക്ക് നല്ല സന്തോഷമാണ്, ഒരിക്കലും അല്ല. ഒരാളെ കണ്ടിട്ട് നമുക്ക് അങ്ങനെ അത് മാത്രം നമുക്ക് ഗസ് ചെയ്യാൻ കഴിയില്ല. കാരണം മുഖത്ത് നല്ലൊരു ചിരിയും ഫിറ്റ് ചെയ്തിട്ട് ഉള്ളിൽ നിറയെ സങ്കടങ്ങളായി നടക്കുന്ന ആളുകളാണ് മൊത്തത്തിൽ അങ്ങനെ തന്നെയാണ്. ഒരു 99% ആൾക്കാരും അങ്ങനെ തന്നെയാണ്. പണമുള്ളവന് അതിൻ്റെ പ്രശ്നം, പണമില്ലാത്തവന് അതിൻ്റെ പ്രശ്നം. സ്നേഹം, അതായത് കല്യാണം കഴിഞ്ഞ് ഭാര്യ ഉള്ളവൻ്റെ പ്രശ്നം, ഭാര്യ ഇല്ലാത്തവൻ്റെ പ്രശ്നം, കുട്ടികളുള്ളവർക്ക് കുട്ടികളുള്ള പ്രശ്നം, ഇല്ലാത്തതിൻ്റെ പ്രശ്നം വേറെ. അങ്ങനെ എല്ലാവരുടെ ജീവിതത്തിൽ എന്നും പ്രശ്നങ്ങളില്ലാത്തവരേ ഇല്ല. പക്ഷേ എന്നിട്ടും ആ പ്രശ്നങ്ങളെ മുന്നിൽ നമ്മൾ ചിരിച്ച് കളിച്ച് അല്ലെങ്കിൽ ആത്മവിശ്വാസത്തോടെ വിജയിച്ച് നടക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ടെങ്കിൽ അവരുടെ മനോഭാവമാണ് അവരെ അങ്ങനെ എത്തിക്കുന്നത്. അല്ലാണ്ട് അവർക്ക് സ്പെഷ്യലായിട്ട് വേറെ ഒന്നും ദൈവം കൂടുതൽ കൊടുത്തിട്ടൊന്നല്ല. എന്തും എങ്ങനെയാണ് നേരിടേണ്ടതെന്നുള്ള അവരുടെ ഉള്ളിലുണ്ടാകുന്ന ഒരു മനോഭാവം, അവർക്ക് അതിനുള്ളൊരു ധൈര്യം, ശക്തി എല്ലാം ഉണ്ട്. പിന്നെ നമ്മൾ സ്വയം നമ്മുടെ സന്തോഷം അതൊരിക്കലും നമ്മൾ മറ്റുള്ളവരെ അല്ലെങ്കിൽ വേറെ ഒന്നിനും ഡിപ്പെൻഡ് ചെയ്യരുത്. പുറത്തുള്ള കാര്യങ്ങളല്ല നമ്മുടെ സന്തോഷത്തിൻ്റെ താക്കോല്. നമ്മളാണ് നമ്മുടെ സന്തോഷിക്കണോ ദുഃഖിക്കണോ വേണ്ടതെന്ന് എന്ന കാര്യം നമ്മളാണ് തീരുമാനിക്കേണ്ടത്. പലപ്പോഴും നമുക്കത് സാധിക്കില്ല, നമ്മൾ മനുഷ്യന്മാരാണ്. എങ്കിലും നമ്മൾ അതിനുവേണ്ടി ശ്രമിക്കണം. പുറത്തുനിന്നുള്ള കാര്യങ്ങളായിരിക്കട്ടെ അല്ലെങ്കിൽ മറ്റുള്ളവരായിരിക്കട്ടെ ഒന്നിനും ഡിപ്പെൻഡ് ചെയ്യരുത്. നമ്മുടെ സന്തോഷം നമ്മളുടെ കയ്യിലാണ്. നമ്മുടെ ഉള്ളിൽ നിന്നുണ്ടാകുന്ന സംഭവമാണത്. സന്തോഷം എന്നുള്ളത് സൗജന്യമാണ്. അത് നമുക്ക് പുറത്തുനിന്ന് പേടിക്കാൻ കിട്ടുന്ന സംഭവമല്ല. നമ്മുടെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്ത് ഉണ്ടാക്കേണ്ട അല്ലേ, സ്വയം നമ്മൾ ഉണ്ടാക്കേണ്ട സംഭവമാണ് സന്തോഷം എന്നുള്ളത്. അത് പലപ്പോഴും സംഭവിക്കാറില്ല. ചിലവരൊക്കെ സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ട്. എന്ത് വന്നാലും അവരുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് വളരെ വലുതാണ്. അവരതിനെ വളരെ പ്ലസൻ്റായി പോസിറ്റീവായിട്ട് നേരിടും. എന്നിട്ട് എപ്പോഴും ഹാപ്പി ആയിട്ട് ഇരിക്കും. പക്ഷെ അവരുടെ ഉള്ളിൽ ഒരുപാട് സങ്കടങ്ങളുണ്ടാവും. സങ്കടങ്ങൾ അവിടെ ഉണ്ടായിക്കോട്ടെ, അതിനെയൊക്കെ നമുക്ക് സങ്കടപ്പെടാന്ന് പറഞ്ഞാൽ സങ്കടപ്പെടാനേ ഉള്ളൂ. നമുക്ക് ഈ കുറച്ച് ജീവിതമല്ലേ ഉള്ളൂ. നമ്മൾ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൻ്റെ ഈ കാലയളവിനെ മനസ്സിലാക്കുന്നില്ല. നമുക്ക് നാളെ എന്ത് എന്നുള്ളൊരു ഇതാണ്. നമുക്ക് എല്ലാവരും മനസ്സിലാകുന്നതാണ് ഇനിയും എടുക്കല്ലേ ഇഷ്ടം പോലെ സമയം എന്നാണ്. അങ്ങനെ ധരിക്കേ വേണ്ട. സമയം ഏത് നിമിഷവും നമ്മുടെ എന്താ പറയുക, ഏറ്റവും തുച്ഛമായ ഒരു കാലയളവാണ്. ഈ വെളിച്ചത്ത് വരുന്ന ആ ഈയാമ്പാറ്റകളെ പോലെയാണ്. ഒരു നിമിഷത്തിൽ കഴിഞ്ഞു, അത് അത്രേ ഉള്ളൂ നമ്മുടെ ജീവിതം. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ വെറുതെ ഇങ്ങനെ ദുഃഖിച്ചിട്ടും സങ്കടപ്പെട്ടിട്ടൊന്നും ഇരിക്കണ്ടല്ലോ. സന്തോഷമായിട്ടിരിക്കാനുള്ള മനോഭാവം ഉണ്ടാക്കിയെടുക്കുക നമ്മൾ. അതുപോലെ നമ്മുടെ ആരോഗ്യ സംരക്ഷണം. മരണം എന്തായാലും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ ആരോഗ്യമൊന്നും സംരക്ഷിക്കേണ്ട എന്നല്ല വിചാരിക്കേണ്ടത്. മരിക്കുന്ന വരയിൽ മരിക്കണ അന്നും നമ്മൾ ആരോഗ്യത്തോടെ ഇരുന്നിട്ട് മരിച്ചോട്ടെ. മരണം എന്തായാലും അനിവാര്യമാണ്, മരിക്കാതിരിക്കാനൊന്നും പറ്റില്ല. മരണത്തെക്കുറിച്ച് ആരും സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല അല്ലേ? ആർക്കെങ്കിലും മരണത്തെക്കുറിച്ച് മരിക്കാൻ ഇഷ്ടമുള്ളവരാരെങ്കിലും ഉണ്ടാവുമോ? എല്ലാവർക്കും ജീവിക്കണം തന്നെയാണ്. പക്ഷേ മരണം വരെ ആരോഗ്യത്തെ നോക്കാൻ മാത്രം അതിലാരും അങ്ങനെ ഒരു സീരിയസ് ആയിട്ട് ആരോഗ്യത്തെ കാണാറില്ല. ഞാനിപ്പോൾ എന്തെങ്കിലും ഇതിൽ വീഡിയോയിൽ പറഞ്ഞാൽ പോലും എനിക്ക് നെഗറ്റീവ് കമൻറ്റുകൾ വരുന്നുണ്ട്. അത് നമ്മൾ പറഞ്ഞാൽ പോലും ആളുകൾ എടുക്കുന്നില്ല. ആരോഗ്യത്തിനെ ഒരു സീരിയസ് ആയിട്ട് എടുക്കാത്തൊരു സംഭവമായിട്ടാണ് മാറിയിരുന്നത്. ഇന്നത്തെ തലമുറ പ്രത്യേകിച്ച് വെറും ഫുഡ് നിയന്ത്രണമില്ല, വ്യായാമമില്ല,
അല്ലേ കളികൾ പണ്ടൊക്കെ എല്ലാവരും കയ്യും കാലും എല്ലാ വർക്കുകളും ചെയ്തിരുന്നു. പണിയായാലും ഗെയിമായാലും അല്ല എല്ലാ ഗെയിമും കളിച്ചിരുന്നു. സൈക്കിള് ചവിട്ടിയിരുന്നു. ഇന്നൊക്കെ സൈക്കിൾ ചവിട്ടാൻ നാണക്കേടാണ്. ബൈക്ക് ഒന്നും ഇല്ലാതെ എങ്ങനെയാണ് പുറത്തിറങ്ങുക? സ്ത്രീകളും അതെ പുരുഷന്മാരും അതെ. സൈക്കിൾ ചവിട്ടാൻ മടിയാണ്. പണ്ടത്തെ കാലത്ത് അങ്ങനെ ചെയ്തുകൊണ്ട് അവർക്കൊക്കെ അവർ നല്ല കായികാധ്വാനം ചെയ്തുകൊണ്ട് അവർക്കുണ്ട്. നമ്മൾക്കിപ്പോൾ എത്ര പണമുണ്ടോ എത്ര സമ്പന്നനായാലോ നമുക്ക് ഒരുപാട് പണിക്കാരൊക്കെ ഉണ്ടെങ്കിലും കൂടി നമ്മളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ നമുക്കൊരാളെ കൂലിക്ക് വെക്കാൻ പറ്റുമോ? അത് നമ്മൾ തന്നെ ചെയ്യണം അല്ലേ? അപ്പോൾ അതിനെക്കുറിച്ച് ബോധേഡാവണം. ഒരു പണക്കാരനാണ് സമ്പന്നനായതെന്നുകൊണ്ട് വെച്ചുകൊണ്ട് ഒരാളെ വെച്ചിട്ട് ആരോഗ്യം ഉണ്ടാക്കാൻ പറ്റില്ല. ആരോഗ്യം ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ എക്സസൈസ്, വ്യായാമം, ജോലികൾ, കയ്യും കാലും നമ്മളുടെ എല്ലാ ജോയിൻറ്റുകളും അനങ്ങി നമ്മൾ വർക്ക് ചെയ്യുന്ന വേണം. അത് ചെയ്യുന്നവരെ കണ്ടാലും ചെയ്യാത്തവരെ കണ്ടാലും മനസ്സിലാവും ഒരാളെങ്ങനെയാണ്, ഫിറ്റാണോ അല്ലെങ്കിൽ അവരുടെ ആരോഗ്യത്തെ അവർ ഗൗനിക്കാത്ത ആളാണോ എന്നുള്ളത് കണ്ടാലറിയാം. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം. ഈ നമ്മളിപ്പോൾ പണം ഉണ്ടാക്കാൻ നോക്കുന്നുണ്ട് അല്ലേ? പണക്കാരനാവുക എന്നുള്ളത് കിട്ടുന്ന പണത്തിൽ നിന്ന് കുറേശ്ശെ എടുത്ത് വെച്ചിട്ട് ആ ലാഭം അതായത് കുറച്ച് നമ്മൾ മാറ്റി വെക്കേണ്ടെന്നല്ല. അത് അങ്ങനെ വെച്ചതുകൊണ്ടൊന്നും നമ്മൾ പണക്കാരാവുന്നില്ല. നമ്മൾ പണം ഉണ്ടാക്കാൻ ശ്രമിക്കണം. കൂടുതൽ പണം ഉണ്ടാക്കുമ്പോഴാണ് പണക്കാരനാവുന്നത്. അല്ലാതെ കിട്ടുന്ന പണത്തിൽ നിന്ന് ഒരു ഭാഗം എടുത്ത് വെച്ച് സേവ് ചെയ്തത് അത് സേവിങ്സ് മാത്രമാണ്. അതുകൊണ്ട് വലിയ പണക്കാരനൊന്നും ആവുന്നില്ല. പണം നമ്മളെപ്പോഴും കൂടുതൽ ഉണ്ടാക്കാനുള്ള പണികൾ ചെയ്യണം. ജോലി ചെയ്യാൻ തയ്യാറാവുക. ഇതൊക്കെയാണ് ഇന്നത്തെ ചെറിയൊരു വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം.